ഇവിടെ പെൺകുട്ടി നിൽക്കുന്ന കാണാം. ഒരു ഡ്രസ്സ് മാത്രമേ പുറത്തുണ്ടാവുള്ളൂ. ആൾ നിന്ന ആ ഡ്രസ്സ് ഇട്ട പോലെ തോന്നും. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഈ ഗ്രീക്കിൻ്റെ ആളുകളുടെ പോലെ കുറേ സംഭവങ്ങൾ, കുറേ സ്കൾപ്ചേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഗ്രീസിൽ എത്തിപ്പെട്ട ഒരു ഫീലിംഗ് തോന്നും. പിന്നെ ഇവിടെ 2-3 കൈകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കൈ ഇവിടെ കുറേ ഉണ്ട്. നമ്മൾ കണ്ടില്ലേ, ഗോൾഡൻ ബ്രിഡ്ജ് മുഴുവൻ കൈയായിരുന്നു. പിന്നെ ഇത് ചെറിയൊരു മിനിയേച്ചർ വേർഷനാണ്. എനിക്ക് തോന്നുന്നത് ഫ്രഞ്ചിൻ്റെ മോഡലിലുള്ള ബിൽഡിങ്സ് ആണെന്ന് തോന്നുന്നു. ഒരു മിനിയേച്ചർ വേർഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ആളുകൾ വന്നിട്ട് പോലും വേറെ ഒരു സാധനം പുറത്ത് കാണാനില്ല. ഞാനീ പറഞ്ഞ ഒരു ഗ്രീക്ക് ശില്പമാണ് കാണുന്നത്. ദൂരെ നമുക്ക് മലകൾ കാണാം. അങ്ങ് ദൂരെ കുറേ വെളുത്ത മേഘങ്ങളും കാണാം. ഇത് ഫാൻറ്റസി പാർക്കിൻ്റെ പുറവശമാണ്. നമ്മൾ ഫാൻറ്റസി പാർക്കിലേക്ക് കയറുകയാണ്. റൂഫൊക്കെ കാണാൻ നല്ല രസമുണ്ട്. റൂഫിലെല്ലാം സൂര്യനുണ്ട്. ഇത് സൺ ഗ്രൂപ്പിൻ്റെ ആയ കാരണം അവരെല്ലായിടത്തും സൂര്യൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതൊരു അട്രിയമാണെന്നാണ് തോന്നുന്നത്. മുകളിൽ നോക്കുമ്പോൾ അങ്ങനെ തോന്നും. ഉള്ളിലേക്ക് ഇത് അട്രിയം തന്നെയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അട്രിയമാണ് കാണുന്നത്. മുകളിലെല്ലാം യോദ്ധാക്കൾ സ്കൾപ്ചർ എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. ഗോൾഡൻ സ്റ്റാച്യൂസാണ് ഇതെല്ലാം. ഗോൾഡൻ ഗേറ്റ് കടന്ന് ഒരു റാമ്പ് വഴിക്ക് ഞാൻ ഫാൻറ്റസി പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ശരിക്കും ഒരു ഫാൻറ്റസി വീട്ടിലെത്തിയ ഒരു പ്രതീതിയാണ് നമുക്കിവിടെ എത്തുമ്പോൾ. ഒരു ദിവസമൊന്നും പോരാ, ഇവിടെ 2 ദിവസമെങ്കിലും വന്ന് നിൽക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഞാനിത് 2-3 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് തീർക്കുന്ന ഒരു ലെവലിലേക്ക് പോയി. ഒരു 7 hours മിനിമം വേണം. എനിക്കിവിടെ ബുദ്ധൻ്റെ സ്റ്റാച്യു കാണാൻ പറ്റിയില്ല. ദൂരെ നിന്ന് കണ്ടേ ഉള്ളൂ. അങ്ങോട്ടേക്കും നമ്മൾ കേബിൾ കാർ വഴി പോകണം. കേബിൾ വഴിക്ക് ഇവിടെ എത്തി, മെയിൻ സ്ഥലത്തെത്തി. അവിടെ നിന്ന് പിന്നെ ഒരു കേബിൾ കാർ വഴിക്ക് വേറെ സ്ഥലത്ത് പോകണം. അങ്ങനെ 3 കേബിൾ കാർ വഴിക്ക് പോകാനുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ തൊട്ട് നോക്കിയതാണ് ഇതെല്ലാം. ഇപ്പോൾ ഞാനിനി കേബിൾ കാർ വഴിക്കാണ് ഞാൻ ഈ പറഞ്ഞ ഫാൻറ്റസിയുടെ അങ്ങോട്ടേക്ക് പോകുന്നത്, ഫാൻറ്റസി പാർക്കിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് പല സ്ഥലത്തായിട്ട്. കാരണം ഇത് ഇനി വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ. അവർക്ക് എന്തായാലും ഇൻവെസ്റ്റ് ചെയ്ത് എന്തായാലും തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഈ ഫാൻറ്റസി പാർക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഫ്രഞ്ച് വില്ലേജുണ്ട്, പിന്നെ ഒരു ബ്രൂവറി ഉണ്ട്, ഒരു ബിയർ മേക്കിംഗ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് പഗോഡ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ കേൾക്കാർ വഴി പോകണം. ഇപ്പോൾ ഇവിടെ ഈ ഫ്രഞ്ച് വില്ലേജിൻ്റെ അവിടെ തന്നെ ഗോൾഡൻ ഗേറ്റാണ് മെയിനായിട്ടുള്ള, ഗോൾഡൻ ബ്രിഡ്ജ് ആണ് മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ. ഇപ്പോൾ ഈ ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആദ്യം നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജ് ആയിരിക്കും കാണുക. ഗോൾഡൻ ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫ്രഞ്ച് വില്ലേജ്, പിന്നെ ആ ഒരു ബിയറിൻ്റെ ഒരു മേക്കിംഗ് ഏരിയ കാണണം. ഇതാണ് ഗോൾഡൻ ബ്രിഡ്ജ്. നമ്മൾ തുടങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് 150 മീറ്റർ ഉണ്ട് ഗോൾഡൻ ബ്രിഡ്ജ്. ഇവിടെ ഫുള്ള് തിരക്കാണ്. ഈ തിരക്കൊന്നും ഒന്നുമല്ലെന്നാണ് പറഞ്ഞത്. ഇത് കൂടുതൽ തിരക്ക് വരും. ഇപ്പോൾ രാവിലെ ഒരു 10-10:30 ആയപ്പോഴാണ് ഈ തിരക്ക് തന്നെ. രാവിലെ ഒരു 7:00 വരുവാണെങ്കിൽ വലിയ തിരക്കുണ്ടാവില്ല. കുറേ മഞ്ഞ് മൂടിയ ഒരു സ്ഥലമായിട്ട് കാണുന്ന പറഞ്ഞു ഇതെല്ലാം. അപ്പോൾ വരുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അത്ര നേരത്തെ വരാൻ പറ്റിയില്ല. എല്ലാവരും ഫോട്ടോഷൂട്ടിങ്ങിലാണ്. കൈയൊക്കെ പാണ്ടുപിടിച്ച് പോയി. ബട്ട് സ്റ്റിൽ അത് നല്ലൊരു ശില്പം തന്നെയാണ്. 2 കൈയിലിങ്ങനെ ഒരു ബ്രിഡ്ജ്, ഗോൾഡൻ ബ്രിഡ്ജ്. ഗോൾഡ് കളറാണ് മൊത്തം അടിച്ച് വെച്ചേക്കുന്നത്. ഇതൊരു അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 1500 മീറ്റർ ആണ് ഫ്രം ദ സീ ലെവൽ. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് മേഘങ്ങളൊക്കെ ഏതാണ്ട് നമ്മുടെ പാരലായിട്ട് തന്നെ കാണാൻ പറ്റും. ഗോൾഡൻ ബ്രിഡ്ജിൽ നടക്കുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മൊത്തം കോടമഞ്ഞായിരിക്കും. ഒരു വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കോടമഞ്ഞായിരിക്കും. രാവിലെയും ഉണ്ടെന്നാണ് പറയണേ. ഞാൻ വന്ന് ഇപ്പോൾ ഒരു 11:30 ആയിട്ടുള്ളൂ, 11:45. ഈ സമയത്ത് വലിയ കുഴപ്പമില്ല. ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോവുകയാണ്. അപ്പോൾ അടിയിൽ നിന്നും ഈ ബ്രിഡ്ജ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാ സ്ഥലത്തും അവർ ഗാർഡനിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഫോട്ടോഷൂട്ട് ചെയ്യാം. കാരണം ആ പ്രദേശം തന്നെ മൊത്തത്തിൽ 360 ആംഗിളിൽ അവർ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഷൂട്ടൊന്നും ഒരു പ്രശ്നമില്ല. വീഡിയോ ഷൂട്ടും ഒക്കെ എല്ലാം ചെയ്യാം അതിൻ്റെ ഉള്ളിൽ. ഈ ബ്രിഡ്ജിനൊരു ഗോൾഡൻ കളറുണ്ട്. നമുക്ക് കുറച്ച് സൈഡ് നോക്കി കാണാം. അതുകൊണ്ടായിരിക്കും ഇതിനെ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൽ മഞ്ഞിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഭംഗിയാവുക. ആ മഞ്ഞത്ത് കാണുമ്പോഴാണ് ശരിക്കും ഭംഗി. ഇപ്പോൾ പിന്നെ എൻ്റെ ഭാഗത്തിന് മഞ്ഞുമില്ല, ഒന്നുമില്ല, വെയിലത്താണ്. എന്നാലും ഇതൊരു 11:30 മണി ആയിട്ടുള്ളൂ. വലിയ വെയിലെന്ന് പറയാനൊന്നുമില്ല. പലതരത്തിലുള്ള ചെടികൾ നിറച്ച കുടങ്ങൾ കാണാം. ഇത് ബ്രിഡ്ജിൻ്റെ അടിവശമാണ് ഈ കാണുന്നത്. ഇതിനിടെ ഞാൻ കുറേ പേർക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തു.
അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന കേബിൾ കാർക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ ഈ ബിൽഡിംഗ് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് കേബിൾ കാറിൽ കയറി ഫാൻറ്റസി പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാൻറ്റസി പാർക്കാണ് ഇനി വരുന്നത്. ഗോൾഡൻ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ് ഫാൻറ്റസി പാർക്ക്. ഇനിയാണ് ഫാൻറ്റസി വേൾഡ്, ഫാൻറ്റസി പാർക്ക്, ഫ്രഞ്ച് വില്ലേജ്, പിന്നെ ബിയർ മേക്കിംഗ് ഏരിയ. അത് കഴിഞ്ഞിട്ടാണ് പഗോഡയോടെ തീരുകയാണ്. ഇന്ന് എനിക്കതിന് സമയം കിട്ടും തോന്നുന്നില്ല, കാരണം അത്രയും സമയമായി. ഇപ്പം തന്നെ ഏതാണ്ടൊരു ഊണ് കഴിക്കേണ്ട സമയമായി, 1:30 അപ്പോൾ എനിക്ക് ഊണും കഴിച്ചിട്ട് വേണം. ഇതൊക്കെ ഇവിടെ തന്നെയാണ് നമുക്ക് ഊണും കഴിക്കാനുള്ള ഏരിയ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഊണും കഴിക്കാം. 4 സീസൺ ഹോട്ടലുണ്ട് എൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ പോയി ഊണും കഴിച്ചിട്ട് അല്ലെങ്കിൽ മീൽസ് കഴിച്ചിട്ട് നമുക്ക് പോകാം. അതൊരു ബൊഫേ ആണ്. അപ്പോൾ ഫാൻറ്റസി പാർക്കൊന്ന് ഓടിച്ചാടി കണ്ടിട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വെറുതെ ഒന്ന് കയറി കാണാം. സമയം കളയാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അത് ഫാമിലിയായിട്ട് വന്നാൽ നല്ല രസമായിരിക്കും. ഈ ഫാമിലി അല്ലാണ്ട് വന്നാലും രസം തന്നെയാണ്. നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതെന്തായാലും ഇവിടെ വരുമ്പോൾ ഇഷ്ടംപോലെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു സ്റ്റേജ് ഞാൻ കണ്ടു. ആ സ്റ്റേജിൽ ഇപ്പോൾ പ്രോഗ്രാമൊന്നുമില്ല, പക്ഷേ ആൾക്കാരോട് ഇരിക്കുന്നത് അവിടെ വേറെ ഇരിക്കാൻ കസേരയില്ലാത്ത കാരണം എല്ലാവരും ഇരിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ വേറെ പ്രദർശനമൊന്നുമില്ല. പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ ഷോ പീസൊക്കെ ഒന്ന് കണ്ടു പോകാമെന്ന് വെച്ചു. എല്ലാ സ്ഥലത്തും മാർബിൾ തന്നെയാണ്. ഫ്ലോറിംഗ് എല്ലാം മാർബിളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലേക്കുള്ള പോലെ വളയെറിഞ്ഞിട്ട് പിടിക്കുക എന്നുള്ളത്, അത് പിള്ളേരും മുതിർന്നവരൊക്കെ ചെയ്യുന്നുണ്ട്. പലർക്കും വലിയ വലിയ പാവകൾ കിട്ടുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞാലൊരു ഉടുപ്പ് വെച്ചിട്ട് ഒരു പെണ്ണ് നിൽക്കണതാണ്. ഇത് ലെഫ്റ്റിലുള്ള നമ്മുടെ വാളിൽ ക്ലാഡിങ് ആണ് കാണുന്നത്. റൂഫ് വരെ ലൈറ്റ് ഇട്ടിട്ട് ഫ്ലോറൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ബൊഫേ തുടങ്ങി, ഞാൻ കഴിക്കട്ടെ. ഈ ബൊഫേ ആണെങ്കിൽ വാരി വലിച്ച് കഴിച്ചിട്ട് പിന്നെ ഫുഡ് കണ്ട അലർജിയായിട്ട് മാറും. അങ്ങനെ പ്രശ്നമുണ്ട്. ഈ ബൊഫയ്ക്ക് പോലത്തെ കുഴപ്പമാണ്. കഴിച്ച് നമുക്കിങ്ങനെ ഫുഡെന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ കഴിക്കുന്നു. കുറച്ച് നടന്ന് ദഹിപ്പിച്ചിട്ട് വേണം ബാക്കി കഴിക്കാൻ. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കുറച്ച് നടക്കാൻ ഇറങ്ങി. ഇനി അങ്ങോട്ട് ഫ്രഞ്ച് ആർക്കിടെക്ചർ നമ്മൾ കാണാൻ പോകുന്നത്. ഫ്രഞ്ച് വില്ലേജ് കാണും. ഒരു മിഡീവിയൽ ഫ്രഞ്ചിൽ ഉള്ള ഒരു ആർക്കിടെക്ചറാണ് അവർ വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ മിഡീവിയൽ ഫ്രഞ്ച് വില്ലേജ് എന്തായിരുന്നോ അതേപോലെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഈ ഫ്രഞ്ച് വില്ലേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ കയറുകയാണ്. ഒരു ഫ്ലോറൽ പാറ്റേൺസും എല്ലാം, കോബിൾ സ്റ്റോൺസും ആർക്കിടെക്ചറും എല്ലാം അന്നത്തെ കാലത്തെ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയാണ്. അന്ന് എനിക്ക് തോന്നുന്ന സ്റ്റാച്യൂസ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവാം എല്ലാ സ്ഥലത്തും. സോ ഡെപ്പിക്ഷൻ അത് തന്നെയാണ്, ഫ്രഞ്ച്, മിഡീവൽ ഫ്രഞ്ച്. അത് നമ്മളിലേക്ക് പയ്യെ കയറി വരും. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ശരിക്കും അത് വില്ലേജ് തന്നെയാണ്. നമുക്കിനി അത് കാണാം. പിന്നെ ഒരു ചർച്ചുണ്ട്, അല്ലെങ്കിൽ കത്തീഡ്രൽ അവിടെയുണ്ട്. കത്തീഡ്രലിൽ ശരിക്കും നമ്മളെ കാണേണ്ട സ്ഥലം തന്നെയാണ് കത്തീഡ്രൽ. പിന്നെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം അതേ മോഡലിൽ തന്നെയാണ്. ഇവിടെ തൊട്ടങ്ങ് തുടങ്ങിയാണ് ഫ്രഞ്ച് വില്ലേജ്. കത്തീഡ്രൽ അതിൽ വലിയൊരു അട്രാക്ഷനാണ്. പിന്നെ പല സ്ഥലങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പുറത്തും വിൽക്കാൻ വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. ഇപ്പോൾ ഈ ഐവി ചെടി മുകളിൽ കയറി പോകണമെന്നൊക്കെ കാണാം. ഈ ബിൽഡിങ്ങുകളുടെ ഇതെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ തന്നെ ആയിരിക്കാം. എന്തായാലും റിക്രിയേഷൻ നന്നായിട്ടുണ്ട്. നമ്മളിപ്പോൾ യൂറോപ്പിൽ എത്തിപ്പെട്ടൊരവസ്ഥ തന്നെയാണ്. ഇതിനുവേണ്ടിയാണ് ഞാൻ ഡനാങ്ങി വന്നത് തന്നെ. ഡനാങ്ങിലാണ് ഇതുള്ളത്, ഈ ഒരു യൂറോപ്യൻ വേൾഡ് ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വരാനും കാരണം. ഹോച്ചിമിൻ ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് പല സ്ഥലങ്ങളും ഹോച്ചിമിലുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് വേണം അത് കാണാൻ. അതിനുവേണ്ടി പിന്നെ ഒരു ദിവസം വരാം. ഇത് ഫ്രഞ്ച് വില്ലേജിൽ നമ്മൾ കയറി. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിയർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഫ്രഞ്ച് പീപ്പിൾ തന്നെയാണ്, അവർ തന്നെയാണ് അത് വിൽക്കണതും. അതിൻ്റെ ഉള്ളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അതുപോലെ ഒരു കാറ് കാണാം, ഒരു അംബാസഡർ കാർ പോലെ കിടക്കണ കാണാം. അപ്പോൾ കാറൊക്കെ നമുക്ക് പോയി ഇൻസ്പെക്ട് ചെയ്യാം. റെസ്റ്റോറൻറ്റുകൾ കുറേ ഉണ്ട്, എല്ലാം ഫ്രഞ്ച് മോഡലിൽ തന്നെയാണ്. കാറ് കണ്ടാൽ പഴയ അംബാസഡറൊക്കെ അപ്പൂപ്പനായിട്ട് വരും.
ഇനി നമുക്ക് കത്തീഡ്രലിലേക്ക് പോകാം. ഇതാ കാണുന്നതാണ് കത്തീഡ്രൽ. ഇതാണ് ആ ചർച്ച് അല്ലെങ്കിൽ കത്തീഡ്രലിൻ്റെ ഉൾവശം. ഫ്രഞ്ച് കത്തീഡ്രലാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിലും എനിക്കിഷ്ടപ്പെട്ടത് പുറത്തെ ആ പെണ്ണിൻ്റെ വയലിൻ വായനയാണ്. അതിലുപരി അവളുടെ കോൺഫിഡൻസും എല്ലാം കൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, കുറച്ചും കൂടെ വയലിൻ കേൾക്കാം. ഇപ്പോൾ നമ്മൾ ബ്രീവറിയിലെത്തി. അത് ബിയർ മേക്കിംഗ് ഏരിയയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇവിടെയും ഈ പറഞ്ഞ പോലെ കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗോൾഡൻ സ്റ്റാച്യൂസ് കുറേ ഉണ്ട്. റോമൻ പടയാളികൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട്. ഇടയ്ക്ക് ഫൗണ്ടനുണ്ട്. അവിടെ ഭയങ്കര രസമാണ്. ഇവിടെ വൈബ് ഭയങ്കര ഒരു രസമുള്ളൊരു വൈബാണ്. ഇവിടെ നമ്മൾ വന്ന് അറിയാണ്ടായാലും ഫോട്ടോ എടുത്ത് പോകും. വീഡിയോ ഷൂട്ടിംഗ് മസ്റ്റാണ്, കാരണം ഇത് പിന്നെ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയയാണ്. ഈ ഗോൾഡൻ സ്റ്റാച്യു വിത്ത് ഫൗണ്ടൻ. ഒരു തേരിൽ ഒരാളിങ്ങനെ തേര് കളിച്ച് പോകണമെന്ന് കാണാൻ പറ്റും. മൊത്തത്തിൽ ഭയങ്കര രസം ഇവിടെ. അത് അതിഭീകരമായ രസം എന്നാണ് പറയാം. ബീർ പ്ലാസ അപ്പുറത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ പൂക്കളുടെ ഇടയ്ക്കിലൊക്കെ പോവാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാർഡൻസ് ആണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ബീർ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് പണ്ട് പോലെ ഉള്ളതാണ്. 19ാം നൂറ്റാണ്ട് തൊട്ടേ ഫ്രഞ്ച് വന്നിട്ട് തുടങ്ങിയൊരു സംഭവമാണെന്നാണ് പറഞ്ഞത്. ഇത് ഫ്രഞ്ച് കോളനി ആയിരുന്നല്ലോ പണ്ട് ഇവിടെ. അപ്പം പിന്നെ ഇവർ കൺവേർട്ട് ചെയ്തപ്പോൾ ഇവരിങ്ങനെ ആക്കി എടുത്തായിരിക്കാം. ഇനി അങ്ങോട്ട് നമുക്ക് റോസിൻ്റെ ഉള്ളിൽക്കൂടെ ഉള്ള യാത്രയാണ്. ഇതേപോലെ ഒരു അവിസ്മരണീയമായ സംഭവം എനിക്ക് കാശ്മീരിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കാശ്മീരിൽ ഇതിനേക്കാളും ഇതിപ്പോൾ കുറേയൊക്കെ ഒറിജിനൽ അല്ലാത്ത പൂക്കളാണ്. മറ്റേ ഒറിജിനൽ പൂക്കൾ ഇടയ്ക്കിടെ പോകണമെങ്കിൽ കാശ്മീരിൽ തന്നെ പോകണം. പക്ഷേ ഇതിനും നല്ല രസമുണ്ട്. ഇവിടെ ഇവർ ഒഴുക്കിയേക്കണം, നല്ല രസമായിട്ട് ഒഴുക്കിയേക്കണം. അപ്പോൾ ഇതൊന്ന് മസ്റ്റ് വാച്ചായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നമ്മൾ ബിയർ കിട്ടുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു. ആ ടിക്കറ്റിൽ നമുക്ക് 2, 3, 4 ബിയറൊക്കെ വരെ വാങ്ങിക്കാം. അപ്പം ഞാൻ പല ടേസ്റ്റുള്ള ബിയേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ എല്ലാം കൂടെ അങ്ങ് വാങ്ങിക്കാമെന്ന് വെച്ചു. ഇവിടെയാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത് ബിയർ. അപ്പോൾ നമ്മൾ ക്യൂ നിന്നിട്ട് വേണം വാങ്ങിക്കാൻ. ക്യൂ നിന്നാലും കുഴപ്പമില്ല, നമുക്ക് ബിയർ കുടിക്കാമെന്നുകൊണ്ടാണ്. ബിയർ കുടിക്കുക എന്നുള്ള വലിയൊരു സംഭവമായിട്ട് തോന്നില്ല. പക്ഷേ നമുക്ക് ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്, അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്, റൈസ് ഉണ്ടാക്കണമൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിയർ ഉണ്ട്. അപ്പോൾ ഫ്രഞ്ച് ബിയറാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ബിയർ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പെണ്ണ് എനിക്ക് 4 ഗ്ലാസ് തന്നു. ഈ 4 ഗ്ലാസും കുടിക്കാൻ എനിക്ക് പറ്റാത്ത കാരണം പകുതി കുടിച്ചങ്ങ് വെച്ചു. എന്നിട്ട് പിന്നെ തിരിച്ചു പോരുകയുണ്ടായത്.
അപ്പോൾ ഇന്നത്തെ അംഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് കാണാനുള്ള എല്ലാം കണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് പഗോഡയിലേക്കുള്ള ആ ബുദ്ധയുടെ സ്റ്റാച്ചുവിലേക്കുള്ള ഒരു ക്യൂ ആണ്. ഇവിടെ കേബിൾ കാർ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് പോയിട്ട് വരാൻ സമയമില്ല. 4:30 എൻ്റെ ബസ് പോകും. സോ അതിനോട് ബസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ഈ ഫാൻറ്റസി വേൾഡിൽ നിന്ന് വിട കൊള്ളുകയാണ്. സൺ ഗ്രൂപ്പിൻ്റെ ഈ ഒരു സംരംഭം ശരിക്കും അതിഗംഭീരം തന്നെയാണ്. വിയറ്റ്നാമിൽ വരികയാണെങ്കിൽ ഇവിടെ മസ്റ്റായിട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാൻറ്റസി പാർക്ക് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. മലേഷ്യ എല്ലായിടത്തും ഉണ്ട്. എല്ലാത്തിനും ഓരോ രീതി, ഓരോ ഭംഗി തന്നെയുണ്ട്. ഇവിടെ ഇവർ കുറച്ചുകൂടെ നന്നാക്കി ചെയ്തിട്ടുണ്ട്. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരു വലിയൊരു അനുഭവം തന്നെ ആയിരിക്കും വന്നു പോകുന്നുള്ളത്. പിന്നെ കേബിൾ കാറിൽ നമ്മൾ തിരിച്ച് നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് പോവുക. അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുക. കേബിൾ കാറിലൂടെ പോവുകയാണ് തിരിച്ച്. ഇങ്ങേരുടെ 2 വീലറിൽ വിറകിട്ട് കത്തിച്ച് ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പോയ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് തന്നെ കാണണേ. അപ്പോൾ അതൊന്ന് വീടെടുക്കണം തോന്നി. അപ്പോൾ നമുക്ക് വേണ്ടി വന്ന ഇങ്ങനെ 2 വീലറിൽ വിറകിട്ട് കത്തിച്ചും ചായ ഉണ്ടാക്കി കൊടുക്കുക എന്ന് ഇങ്ങനെ തെളിയിച്ചു. ഇതൊരു പുതിയ ഇൻവെൻഷൻ ആയിരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിറ്റേന്ന് പ്രഭാതം പൊട്ടി വിടർന്നു. ഞാൻ ഇന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് പോവുകയാണ്. നന്ദി, നമസ്കാരം.